ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്കൊരുമിച്ച് സാത്താൻ അല്ലെങ്കിൽ പിശാച്, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും അവൻ്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചും അല്പസമയം വിശദമായിട്ട് സംസാരിക്കുവാൻ സമയമില്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഉപോത്ബലകമായി പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ പിശാചിനെക്കുറിച്ച് അല്ലെങ്കിൽ സാത്താനെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. പിശാചിൻ്റെ പ്രവർത്തന പദ്ധതി ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിശാചിന് പല പേരുകളും ബൈബിളിൽ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അവന് സാത്താൻ എന്ന് പേരുണ്ട്. പിശാച്, പഴയ പാമ്പ്, ആകാശത്തിലെ അധികാരി, ദുഷ്ടൻ, അപവാദി, ഈ ലോകത്തിൻ്റെ ദൈവം, പരീക്ഷകൻ, ഇങ്ങനെ അനവധി പേരുകൾ അവൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പിശാച് അദൃശ്യനാണ്. പിശാചിൻ്റെ ആളത്വം പൗലോസ് ഇവിടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ എന്നാണ് വായിക്കുന്നത്. പിശാചിൻ്റെ പ്രധാന ജോലി എന്താണ്? അവൻ്റെ പ്രധാന ജോലി വിശ്വാസികളെ പറ്റി അപവാദം പറയുക, ദൂഷണം പറയുക. അതാണ് അവൻ്റെ മുഖ്യമായ ജോലി. അതുകൊണ്ടാണ് അവനെ അപവാദി എന്ന് വിളിച്ചിരിക്കുന്നത്. ചില ആളുകൾ അവൻ്റെ കിങ്കരന്മാരാണ്, പിശാചിൻ്റെ. മറ്റുള്ളവരെക്കുറിച്ച് സ്ലാൻഡർ അല്ലെങ്കിൽ ദൂഷണം പറയുവാൻ അവർ സമർത്ഥരാണ്. പിശാചിൻ്റെ ആത്മാവാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. ദൂതന് ഇപ്പോൾ പിശാച് എന്ന പേര് ലഭിച്ചു. പണ്ട് അവൻ്റെ പേര് അതല്ലായിരുന്നു. അവനിൽ മുഴുവനും ഈർഷ്യ അല്ലെങ്കിൽ ദ്വേഷം അല്ലെങ്കിൽ മാലീസ്, അതുപോലെ തന്നെ അസൂയ ഉള്ളവനാണ്. അവൻ മറ്റുള്ളവരെയും ദുരിതത്തിലാക്കുന്നവനാണ്. മനുഷ്യരെ വശീകരിച്ച് പരാജയത്തിലേക്കും വെളിച്ചത്തിൽ നിന്നും ഇരുളിലേക്കും ആനന്ദത്തിൽ നിന്ന് ദുരിതത്തിലേക്കും സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കും മനുഷ്യരെ അവൻ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, യുവർ അഡ്വേഴ്സറി ദ ഡെവിൾ. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എതിരാളി, അല്ലെങ്കിൽ കുറ്റം ചുമത്തുന്നവൻ എന്നെല്ലാം അർത്ഥം കൊടുക്കാം. അവന് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വിശ്വാസികളായ നാം അവനോട് എതിർത്ത് നിൽക്കണം എന്നാണ് നാം വായിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ എന്ന് വായിക്കുന്നു. അപ്പോൾ സാധാരണ സിംഹം ഇര പിടിക്കുവാനായി ഗുഹ വിട്ട് അധിക ദൂരം പോകാറില്ല. എന്നാൽ ആത്മീയ സിംഹമായ പിശാച് അവൻ ഭൂലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവനാണ്. അവന് രാവും പകലും ഒരുപോലെയാണ്. ദേഹിയെയും ദേഹത്തെയും ഉപായത്താൽ നരകത്തിൽ തള്ളുവാനുള്ള എല്ലാ സൂത്രങ്ങളും ഉപായവും അവനിലുണ്ട്. അവനതറിയാം. നമ്മൾ വായിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അതുകൊണ്ട് നാം നിർമ്മതരായിരിക്കണം. ബി സോബർ എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ നാം സമചിത്തതയുള്ളവരായിരിക്കണം എന്നാണ് അർത്ഥം. ഗത്ശമനയിൽ വെച്ച് പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞു, ഉണർന്നിരിക്കുകയും. എന്നാൽ അവർ ഉറങ്ങിപ്പോയി.
നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമുക്ക് ലഭിച്ച സത്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. എന്താണ് പിശാചിൻ്റെ തന്ത്രം? ഒന്നാമത് അവൻ കൊണ്ടുവരുന്നത് ഉപദേശപ്പിശക്, സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ തന്നെയാണോ ബൈബിളിൽ? രണ്ടാമത് ജീവിത പിശകിലേക്ക് നമ്മെ നയിക്കും. സത്യത്തിൻ്റെ പാതയിൽ നിന്ന്, വിശുദ്ധിയുടെ പാതയിൽ നിന്ന് അശുദ്ധിയിലേക്ക്, അസത്യത്തിലേക്ക് അവൻ നമ്മെ നയിക്കും. അപ്പോൾ സാത്താനെ ജയിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 17 വരെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം. അവിടെ അനേക കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ഈ സർവായുധ വർഗമെന്ന്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അത് വിശദീകരിക്കാനുള്ള സമയം പോരാ. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധമാണെന്നാണ് ബൈബിളിൽ നാം കാണുന്നത്. അതൊരത്ഭുതമാണ്. യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മുടെ പോരാട്ടം അത് നമ്മുടെ ശാരീരികമല്ല, ആത്മീയമാണ് നമ്മുടെ പോരാട്ടം. പിശാചിൻ്റെ ജോലി മനുഷ്യ ഹൃദയങ്ങളിൽ അശുദ്ധ ചിന്തകളെ കൊണ്ടുവന്ന് അവരെ തെറ്റിലേക്ക് നയിക്കുക. അതാണ് അവൻ്റെ ജോലി. 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുവാൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചത് യഹോവയുടെ കോപം ജ്വലിക്കുവാൻ കാരണമായി. ദാവീദ് പിന്നീട് പറയുന്നത്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നുവെന്നാണ്. 1 രാജ 22-ന്റെ 6-ാം വാക്യത്തിൽ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അവരുടെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരുന്നു. 1 രാജ 22-ന്റെ 22-ാം വാക്യം, ലൈയിങ് സ്പിരിറ്റ്. യോഹന്നാൻ 13:2 അത്താഴമായപ്പോൾ പിശാച് എന്തു ചെയ്തു? ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. സാത്താൻ കാറ്റിൽ സഞ്ചരിച്ച് മനുഷ്യരെ പരീക്ഷയിലേക്ക് അവരുടെ മനസ്സിനെ ചായിക്കുന്നു. ധാരാളം സമ്പത്തുള്ളവരെ ദൈവത്തെ ത്യജിക്കു പറയുവാൻ അവൻ പരീക്ഷിക്കും. സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ 30-ന്റെ 9-ാം വാക്യം, ഞാൻ തൃപ്തനായിട്ട് യഹോവ ആരെന്ന് നിഷേധിക്കുവാനും ഒരിക്കലും സംഗതി വരരുതേ എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് നേരിടും. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിക്കുവാൻ പിശാച് നമ്മെ പരീക്ഷിക്കും. ഉദാഹരണം, നമ്മൾ യോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമില്ല. മനുഷ്യൻ്റെ വിജ്ഞാനം അഥവാ നോളജ് അത് അല്പമാണെങ്കിൽ ദൈവത്തെ കുറിച്ച് താഴ്ന്ന നിലയിൽ ചിന്തിക്കുവാൻ പിശാച് പരീക്ഷിക്കും. മനുഷ്യൻ്റെ മനസാക്ഷി മൃദുവാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഷ്യൻസ് മൃദുവാണെങ്കിൽ, അവൻ എന്തു ചെയ്യും? സത്യസന്ധത പുലർത്താതിരിക്കുവാൻ അവൻ പരീക്ഷിക്കും. ധൈര്യമുള്ള ഒരുവനെ ധിക്കാരത്തിലേക്ക്, പ്രിസംഷൻ, അതിലേക്ക് നയിക്കും പിശാച്. അതുപോലെ എളുപ്പം വളയുന്നവനോട്ട്, ഫ്ലെക്സിബിള്, അവരെ ഇൻകൺസ്റ്റൻസി, ചാഞ്ചാല്യത്തിലേക്ക് പരീക്ഷിക്കും. എളുപ്പം വഴങ്ങാത്തവരുണ്ട്, അവരെ അശക്തരാക്കുവാൻ പിശാച് പരീക്ഷിക്കും. അവൻ്റെ തന്ത്രങ്ങൾ വളരെയാണ്. മനുഷ്യൻ്റെ ആത്മാക്കളെ പാപത്തിൽ ഇഴയ്ക്കുവാനായി സാത്താന് പല ഡിവൈസസ് ഉണ്ട്, തന്ത്രങ്ങളുണ്ട്. അവൻ വെവ്വേറെ വൃഥാ പല ചോദ്യങ്ങളും മനസ്സിൽ കൊണ്ടുവരും. ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ കൊണ്ടുവരും. ബഹുമാന്യരായവരെയും അറിവുള്ളവരെയും വലിയവരെയും പണ്ഡിതന്മാരെയും വീഴിക്കുവാനുള്ള തന്ത്രം
പിശാചിൻ്റെ പക്കലുണ്ട്. കൂടാതെ വിദ്യാവിഹീനര്, പാവപ്പെട്ട വിശ്വാസികൾ എന്നിവരെയും അവൻ വെറുതെ വിടുകയില്ല. അവരെയും തെറ്റിക്കുവാനുള്ള പദ്ധതി അവനുണ്ട്. അതുകൊണ്ട് നാം എരിഞ്ഞു ശോഭിക്കേണ്ടവരാണ്. നാം സത്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അഥവാ സാക്ഷ്യങ്ങൾ ശാശ്വത അവകാശമാക്കുന്നവരും നാം ആയിരിക്കണം. പിശാചിൻ്റെ വേറൊരു ജോലിയാണ്, ഗോതമ്പിൻ്റെ കൂടെ അവൻ എന്ത് ചെയ്യും? കളയും, മിക്സ് ചെയ്യും. നോക്കുക, മത്തായി 13:25 മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. 2 തീമോഥെയോസ് 2:26 പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരെ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടമെന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. പിശാച് അവൻ്റെ ഇഷ്ടം നടത്താൻ ഒരാളെ പിടികൂടിയെങ്കിൽ എന്ത് ചെയ്യണം? ആ കെണിയിൽ നിന്ന് അവരെ രക്ഷിക്കണം. ദൈവവചനത്തിൻ്റെ ഉപദേശത്താൽ അവരെ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യണം. എങ്ങനെയായിരിക്കണം? വേട്ടക്കാരൻ്റെ വലയിൽ അകപ്പെട്ട പക്ഷിയെ വിടുവിക്കും പോലെ നാം പിശാചിൻ്റെ കരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നാം വിടുവിക്കണം. ആദാമിൻ്റെ ആപ്പിള് അത് കയ്പുള്ള മധുരമാണ്. ഇസ്രായേലിൻ്റെ കാടപ്പക്ഷി കയ്പുള്ള സ്വാദുഭോജനമായിരുന്നു. ഏശാവിൻ്റെ പായസം ഒരു ബിറ്റർ സ്വീറ്റായിരുന്നു. യോനാഥാൻ്റെ തേന് അത് കയ്പുള്ള മധുരമായിരുന്നു. അദോനിയാവിൻ്റെ സ്വാദുഭോജനം അത് ബിറ്റർ സ്വീറ്റായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരിനം സർപ്പം അല്ലെങ്കിൽ അണലി, ആസ്പൻ, അത് മനുഷ്യരെ കടിക്കുമ്പോൾ ആദ്യം അവനെ രസിപ്പിക്കും, ടിക്കിള് ചെയ്യും. അപ്പോൾ അവൻ ചിരിക്കും. അല്പാൽപമായി വിഷഹൃദയത്തിൽ കടക്കുമ്പോൾ അവന് വേദന അനുഭവപ്പെടും. അതുപോലെയാണ് പാപം. ആദ്യം അല്പം രസം തോന്നും, പിന്നീട് ആത്മാവിന് വേദന അനുഭവപ്പെടും. മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കും കൊണ്ടുപോകുന്നത് പിശാചാണ്. പലർക്കും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പിശാച് അവനെ അതിന് സമ്മതിക്കുകയില്ല. നമ്മുടെ മനസ്സിനും സംശയവും ചോദ്യവും ഉണ്ടാക്കുന്ന ചോദ്യം അവൻ നമ്മിൽ കൊണ്ടുവരും. അവൻ നമ്മോട് പറയും, നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു കരുതലുമില്ല എന്ന് പറയും. പരാതി, സങ്കടം, ഭാരം ഇവയാൽ നമ്മുടെ മനസ്സിനെ അലട്ടുവാൻ പിശാചിന് കഴിയും. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ക്രൂശിൽ വഹിച്ചു. ഇനിയും നമ്മെ കുറ്റം വിധിക്കുന്നവൻ ആര്? ആർക്കും കഴിയുകയില്ല. രോഗസൗഖ്യം സമീപമുണ്ടെങ്കിലും ദൈവം സൗഖ്യം തരികയില്ല എന്ന തോന്നൽ പിശാച് നമ്മിൽ ഉണ്ടാക്കും. അതുകൊണ്ടാണ് റോമർ 6:14 നമ്മൾ വായിക്കുമ്പോൾ, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കർത്താവ് ശീമോനോട്, പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ലൂക്കോസ് 22:31-32 വാക്യമാണ് ഞാൻ വായിച്ചത്. തൻകാര്യക്കാരുണ്ട്, സെൽഫ് സീക്കേഴ്സ്. അവരെ സെൽഫ് ലൂസേഴ്സാണ് എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കുന്നവരാണ്. അബ്ശാലോമും യൂദയും തൂങ്ങി മരിച്ചു. ശൗൽ രാജാവ് സ്വന്തം കാര്യം മാത്രം നോക്കി മരണപ്പെട്ടു. ആഹാബും അതുപോലെ അവൻ്റെ രാജ്യവും കിരീടവും നഷ്ടമാക്കി. ഫറവോൻ അവൻ്റെ ശക്തിയേറിയ സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താണു. ഗേഹസി വസ്ത്രം മോഹിച്ചു. ദൈവം അവൻ്റെ ത്വക്കിൽ
കുഷ്ഠം ബാധിച്ചു. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ താൻ തന്നെ തൂക്കിലടപ്പെട്ടു. അപ്പോൾ ദുരുപദേഷ്ടകന്മാരുടെ ലക്ഷണം എന്താണ്? അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണ്. ഹൃദയങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിക്കേണ്ടതിന് പകരം കർണരസമായതിന് പ്രാധാന്യം നൽകുന്നവരാണ് ദുരുപദേഷ്ടാക്കന്മാർ. അവർ മധുരവാക്ക് സംസാരിക്കുന്നു എന്ന യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു 30:10. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് വ്യാജമായി പ്രവചിക്കുന്നു, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. അവർ വ്യാജ സർജനെ പോലെയാണ്, മുറിവ് ഒരിക്കലും ഭേദമാകുന്നില്ല. അവർ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെ, അംബാസഡേഴ്സിനെ നിന്ദിക്കുന്നവരാണ്. മനുഷ്യൻ്റെ കെട്ടുപണികളെല്ലാം ദൗർബല്യമുള്ളതാണ്. അവരുടെ ഇച്ഛ കുറുകെ വരയ്ക്കും പോലെയാണ്. ഓർമ്മശക്തി വഴുവഴുപ്പുള്ളത്, സ്ലിപ്പറിയാണ്. സ്നേഹം അത് വളവുള്ളതാണ്, ക്രുക്കഡാണ്. മനസാക്ഷി, കോൺഷ്യൻസ് കറ പിടിച്ചതാണ്, കറപ്റ്റഡാണ്. അവരുടെ നാവ് വിഷലിപ്തമായതാണ്. ഹൃദയമോ മുഴുവനായി ഈവിൾ, ദോഷം നിറഞ്ഞതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് കർത്താവ് പറഞ്ഞല്ലോ. മത്തായി 15:19 നോക്കുക. ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, ഈവിൾ തോട്ട്സ്, കൊലപാതകം, വ്യഭിചാരം, അഡൾട്ടറീസ്, പരസംഗം, ഫോർണിക്കേഷൻസ്, മോഷണം, തെഫ്റ്റ്, കള്ളസാക്ഷ്യം, ഫോൾസ് വിറ്റ്നസ്, ദൂഷണം, ബ്ലാസ്ഫെമീസ് എന്നിവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. 2 കൊരിന്ത്യർ 10:4. 1 പത്രോസ് 5:8 പിശാച് എതിരാളിയാണ്, അഡ്വേഴ്സറിയാണ്. അവനെ എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേരുണ്ട്. നമ്മുടെ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ 16-ാം അധ്യായത്തിൽ കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ എന്നിവർ മോശയോട് പ്രമാണികളായ 250 പുരുഷന്മാരെ കൂട്ടി. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി, നിങ്ങൾ യഹോവയുടെ സഭയ്ക്കുമീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നതെന്തേ, മതി എന്ന് പറഞ്ഞു. പൗലോസിനെ പറ്റി പറഞ്ഞ അപവാദം എന്താണ്? അവൻ്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രേ. 2 കൊരിന്ത്യർ 10:10. വലിയ ദൈവദാസന്മാരെക്കുറിച്ച് ഇങ്ങനെയുള്ള അപവാദം പറഞ്ഞെങ്കിൽ പാവപ്പെട്ടവരായ സാധുക്കളായ ദൈവദാസന്മാരെ വെറുതെ വിടുമോ? ഒരിക്കലും വിടുകയില്ല. അവരെ അഭിനന്ദിക്കേണ്ടതിന് പകരം എന്തു ചെയ്യുകയാണ്? അവരെ കുറ്റപ്പെടുത്തുന്നു. യേശു കർത്താവിനെ പറ്റി പരീശന്മാരും ശാസ്ത്രിമാരും ഇങ്ങനെ പറഞ്ഞല്ലോ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപവാദം പറഞ്ഞിങ്ങനെയാണ്. യിരെമ്യാ പ്രവചനം 14:14 യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടുമില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. ഇവരെല്ലാവരും പിശാചിന് ഉപകാരികൾ, ബെനിഫാക്ടേഴ്സ് ആകുന്നു. എല്ലാവരും. അവൻ്റെ ക്രൂരത എന്ന് പറയുന്നത് ഡ്രാഗൻ്റേതാണ്. അവൻ പരീക്ഷകനാണ്. അവൻ്റെ ഉപായം കൊണ്ട് സർപ്പമെന്ന് പേരുണ്ട്.
എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും മോശമായ പേരും സ്വഭാവവും അവനാണുള്ളത്. നാം സാത്താനെ പാദം കൊണ്ട് ചവിട്ടി താഴ്ത്തും. അവൻ പരാജിതനായ ഒരു ശത്രുവാണ്, അല്ലെങ്കിൽ ഒരു എതിരാളിയാണ്. ക്രൂശിൽ സാത്താനെ കർത്താവ് എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു, പാരസ്യമായ കാഴ്ചയാക്കി നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു. അവൻ ഇന്ന് അലറുന്ന സിംഹം പോലെയാണെങ്കിലും നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരെ എളുപ്പത്തിൽ ചതിയിൽ വീഴ്ത്തി. ഇന്ന് അവന് 6000 വർഷത്തിലധികം പ്രായമായി, അനുഭവ പരിചയം, വളർന്ന് വളരെ കണ്ണിങ് ആയിട്ടുള്ള ചാതുര്യമുള്ളവനായി തീർന്നിരിക്കുകയാണ്. മനുഷ്യർ ദൈവവചനം തള്ളിക്കളയുമ്പോൾ ദൈവവും അവനെ തള്ളിക്കളയും. അപ്പോൾ പിശാച് അവൻ്റെ കയ്യിൽ ആയുധമാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആലോചനക്കാരൻ, ആശ്വാസദായകൻ, നമ്മെ വഹിക്കുന്നവൻ, നമ്മെ ശക്തീകരിക്കുന്നവൻ ആകുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 4:4. നമ്മുടെ സമാധാനം അവൻ കെടുത്തിക്കളയും. നമ്മുടെ മനസാക്ഷിയിൽ വൂണ്ടഥവാ ക്ഷതം അവനുണ്ടാക്കും. നമ്മുടെ ആശ്വാസം പിശാച് കുറച്ചു കളയും. നമ്മുടെ കൃപയെ അവൻ അശക്തമാക്കും. നമ്മുടെ വിശ്വാസത്തെ അവൻ തണുപ്പിക്കുവാൻ ശ്രദ്ധ വയ്ക്കും. നാം എഫേസ്യർ 4:27 വായിക്കുമ്പോൾ പിശാചിന് നാം ഇടം കൊടുക്കരുത്. നാം പിശാചിന് പകുതി കതക് തുറന്നു കൊടുത്താൽ അവൻ വീട് മുഴുവൻ കൈവശമാക്കും എന്ന് ബിഷപ്പ് മോൾ പറഞ്ഞിരിക്കുന്നു. പിശാചിനോട് സഹവർത്തിത്വം ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. അവനോട് നാം എതിർത്ത് നിൽക്കണമെന്നാണ് നമ്മൾ വായിക്കുന്നത്. സാത്താനെതിരായി ദൈവമക്കളുടെ കർത്തവ്യം എന്താണ്? എഫേസ്യർ 6:11 മുതൽ വായിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം. 2 കൊരിന്ത്യർ 2:11 വായിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ നാം അറിഞ്ഞിരിക്കണം. നാം വായിച്ച വേദഭാഗത്ത് നാം ഉണർന്ന് നിർമ്മതരായിരിക്കണം. മത്തായി 4:1 മുതൽ 11 വായിക്കുമ്പോൾ അവനെ ജയിക്കണം. എങ്ങനെ ജയിക്കുവാൻ കഴിയും? വചനമാകുന്ന വാളിനാൽ നമുക്ക് അവനെ ജയിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുക, പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ നിർമ്മതരായിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിശാച് എന്നതിൻ്റെ മൂലപദം ഡയാബോളോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പരദൂഷണ വ്യവസായി എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ വിവിധ സ്വഭാവങ്ങൾ നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവൻ തന്ത്രശാലിയാണ്, അവൻ ശക്തനാണ്, ക്രൂരനാണ്, അഹങ്കാരിയാണ്, നിഗളിയാണ്. അതുപോലെ അവൻ ദുഷ്ടനുമാണ്. ഇനിയും പിശാചിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും? മത്തായി 25:41 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അവൻ അഗ്നിയിലേക്ക് തള്ളപ്പെടും. റെവലേഷൻ വെളിപ്പാട് 12:9 വായിക്കുമ്പോൾ അവൻ ന്യായം വിധിക്കപ്പെടും. ക്രിസ്തു തൻ്റെ മരണത്താൽ സാത്താനെയും മരണത്തെയും തോൽപ്പിച്ചു. എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ. നാഗൽ സാഹിബ് പാടിയല്ലോ, പിശാചിനോടു ലോകവും ചേർന്നിടും വഞ്ചിപ്പാ, വേണ്ട നിൻ ചപ്പും കുപ്പയും എന്നുരച്ചിടും ഞാൻ, നല്ല പോർ പൊരുതും ഞാൻ,
എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്നിത്യാരാജ്യത്തിൽ എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ തൻ സൈന്യത്തിൽ. എൻ്റെ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ഞാൻ അവൻ്റെ സൈന്യത്തിൽ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിജയം എപ്പോഴും ആർക്കുള്ളതാണ്? വിജയം എപ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. അതുകൊണ്ട് നാം പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിശാച് നമ്മെ ഒന്നും ചെയ്യുകയില്ല. അവൻ തോൽവി അടഞ്ഞ ഒരു ശത്രുവാണ്, പരാജിതനായ ഒരു ശത്രു. അതുകൊണ്ട് വിശ്വാസികൾക്ക് പിശാചിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കർത്താവ്, അവനാണ് വലിയ ശക്തൻ, നമ്മെ നയിക്കുവാൻ, നടത്തുവാൻ, പരിപാലിക്കുവാൻ, സൂക്ഷിക്കുവാൻ, നമുക്ക് ബുദ്ധി പറഞ്ഞു തരുവാൻ എല്ലാം നമ്മുടെ കർത്താവ് മതിയായവനാണ്. അവനിൽ ചാരാം, അവനിൽ നമ്മുടെ ആശ്രയം വയ്ക്കാം. ഈ പുതുവർഷത്തിൻ്റെ ഈ 2-3 മാസം കഴിഞ്ഞിട്ടെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി കർത്താവിനെ അധികം സ്നേഹിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും വർദ്ധിച്ചു വരികയാണ്. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം ലോകം മുൾമുനയിൽ നിൽക്കുകയാണ്. ഭയത്തോടുകൂടെ മനുഷ്യർ, ഭീതിയോടെ മനുഷ്യർ കഴിയുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, നിങ്ങൾ ചഞ്ചലപ്പെടരുത്. ഇതൊക്കെയും മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ ഈറ്റുനോവാണ്, അതിൻ്റെ ആരംഭമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുണ്യനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് പിശാചിനെ തോൽപ്പിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളെ വഞ്ചനയിൽ കൂടെ അവരെ തെറ്റിച്ച് കളഞ്ഞ പിശാച് അവനിന്നും അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് ചുറ്റി നടക്കുന്ന ഈ കാലങ്ങളിൽ ബലഹീനരായ വിശ്വാസികളെ വഞ്ചിക്കുകയും അവരെ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് നിർമ്മതരായിരിക്കുവാൻ, ഉണർന്നിരിക്കുവാൻ കർത്താവേ, നിൻ്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എളിയവൻ താഴ്മയോടെ അപേക്ഷിക്കുന്ന പിതാവേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.